സീകാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനശിലയായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നതിനും പഠിക്കുന്നതിനുമുള്ള ഷാലോം ടിവിയുടെ ഒരു പഠന ശിബിരമാണ് സീകാറ്റ്. സീകാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ തീർച്ചയായും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രതികരണങ്ങൾ എഴുതി അറിയിച്ചതിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ CBCI ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ ജോസഫ് പാംപ്ലാനി അച്ഛനാണ്. അച്ഛനെ ഞങ്ങളുടെ ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ചർച്ചയിൽ പങ്കെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കൊന്നക്കാട് പുഞ്ച എന്നീ സൺഡേ സ്കൂളിലെ മതാധ്യാപകരാണ്. നിങ്ങളെയും സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡ് ചർച്ച ചെയ്യുന്ന വിഷയം ഈശോയുടെ ജീവിത രഹസ്യങ്ങളെക്കുറിച്ചുള്ളതാണ്. പരസ്യ ജീവിതത്തിലും ഈശോയുടെ പരീക്ഷണങ്ങളും ഈശോയുടെ രൂപാന്തരീകരണമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഇന്നത്തെ ക്ലാസ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാകുമെന്ന് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. ക്ലാസ്സുകൾ നയിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ജോസഫ് അച്ഛനെ ക്ഷണിക്കുന്നു. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥമാണ് നാം ഈ ദിവസങ്ങളിലെല്ലാം പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് പരിശുദ്ധ ദൈവമാതാവുമായി ബന്ധപ്പെട്ട ചില വിശ്വാസ സത്യങ്ങളാണ്. നമുക്കറിയാം, മതബോധന ഗ്രന്ഥം ക്രമീകരിച്ചിരിക്കുന്നത് വിശ്വാസ പ്രമാണത്തിലെ സത്യങ്ങളുടെ ക്രമത്തിലാണ്. പിതാവായ ദൈവം, പുത്രൻ തമ്പുരാൻ, അവിടുത്തെ മനുഷ്യാവതാരം ചെയ്ത ഈശോ കന്യകാമറിയത്തിൽ നിന്ന് ശരീരമെടുത്ത് മനുഷ്യനായി പിറന്നു, ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിച്ചു, അവിടുന്ന് ദൈവരാജ്യം പ്രഘോഷിച്ചു, ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി കുരിശിൽ മരിച്ചു. അപ്പോൾ ഈശോയുടെ പരസ്യ ജീവിതമാണ് ഇന്നത്തെ നമ്മുടെ പ്രതിപാദന വിഷയം. ഈ പരസ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ത് എന്ന് ചോദിച്ചാൽ അത് ഈശോയുടെ ദൈവരാജ്യ സ്ഥാപനം. എന്താണ് ദൈവരാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭൂമി ദൈവത്തിൻ്റെ ഭരണക്രമത്തിൽ ആകുന്ന അവസ്ഥയാണ് ദൈവരാജ്യം. നമുക്കറിയാം, പിശാചിൻ്റെ അധികാരപരിധിയിലായിപ്പോയി ഭൂമി. എപ്പോഴാണ്? മനുഷ്യകുലം പാപം ചെയ്തപ്പോൾ. ആദവും ഹവ്വായും പാപം ചെയ്തത് നമ്മൾ വായിക്കുന്നുണ്ട്. പറുദീസായിൽ ഏദേൻ തോട്ടത്തിൽ ദൈവവുമായി വലിയ ഐക്യത്തിലായിരുന്നു ആദ്യ മാതാപിതാക്കൾ, അല്ലേ? ആ ഐക്യം നഷ്ടപ്പെടുത്തിയതാരാ? മനുഷ്യൻ്റെ പാപം, അല്ലേ? ആ പാപം മൂലം നഷ്ടമായ ദൈവ-മനുഷ്യ ഐക്യം, മനുഷ്യൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ അവകാശവും ദൈവമക്കളുടെ പദവിയും മനുഷ്യകുലത്തിന് തിരിച്ചു കിട്ടുന്ന അവസ്ഥയാണ് ഏത്? ദൈവരാജ്യം എന്ന് പറയും. ദൈവരാജ്യത്തിൻ്റെ പല രൂപങ്ങളും ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, പറുദീസായിലെ ഏദേൻ തോട്ടം ദൈവരാജ്യത്തിൻ്റെ ആദ്യ രൂപമായിരുന്നു. രണ്ട്, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം ദൈവരാജ്യത്തിൻ്റെ മറ്റൊരു രൂപം. ദൈവരാജ്യത്തിൻ്റെ ഭാവി രൂപം ഏതാണ്? സ്വർഗത്തിൽ ദൈവത്തോടൊത്തായിരിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏദേൻ തോട്ടം മനസ്സിലാക്കാൻ ശ്രമിക്കുക, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം മനസ്സിലാക്കാൻ ശ്രമിക്കുക, നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമായ സ്വർഗത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവയെല്ലാം കൂടി ചേർന്ന അനുഭവത്തിനാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുക? ദൈവരാജ്യം എന്ന് പറയും. ആ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളാണ് ഈശോ മിശിഹ ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചതും നമുക്ക് വെളിപ്പെടുത്തി തന്നതും. നമ്മെ ഈശോ വളർത്താൻ ആഗ്രഹിക്കുന്നത് ഈ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയിലേക്കാണ്. അതുകൊണ്ട് ദൈവരാജ്യം വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ് പരസ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ. പരസ്യ ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ അതിന് വേറൊരർത്ഥമുണ്ട്. പരസ്യമാകാത്ത ഒരു ജീവിതം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു, അല്ലേ? 30 വയസ്സിനോടടുത്താണ് ഈശോ പരസ്യ ജീവിതത്തിന് ഇറങ്ങുന്നത് എന്ന് ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൽ അവസാന വാക്യങ്ങളിൽ പറയുന്നു. അതേസമയം
ഈ 30 വയസ്സ് വരെ ഈശോ എവിടെയായിരുന്നു? ന്യായമായൊരു ചോദ്യം. 12-ാം വയസ്സിൽ ഈശോ ദേവാലയത്തിൽ പോയൊരു കഥ മാത്രം പറഞ്ഞു വച്ചിട്ടുണ്ട് ലൂക്കാസ് സുവിശേഷകൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിവരവും ഇല്ല. ഈശോ എവിടെ പോയി എന്നുള്ളത് ന്യായമായും നിങ്ങളോട് മതബോധന ക്ലാസ്സിൽ കുട്ടികൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം. ഈശോ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ പോയി അല്ലേ? അങ്ങനെ ചോദിച്ചിട്ടുള്ള അധ്യാപകർക്ക് അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കാം. ഈ വിഷയം അതുപോലെ തന്നെ ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷണങ്ങൾ, ഈശോയുടെ രൂപാന്തരീകരണങ്ങൾ, ഈശോ പഠിപ്പിച്ച ഉപമകൾ, ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ അർത്ഥം, ഇവയെല്ലാം വാസ്തവത്തിൽ എന്താണ്? ദൈവരാജ്യത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്നത്. ഈശോ പറഞ്ഞ പല ഉപമകളും നോക്കുക. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരുവൻ നിധി കണ്ടെത്തിയവൻ സർവ്വതും വിറ്റ് നിധി വാങ്ങുന്നതിന് തുല്യമാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് കടുകുമണി പോലെയാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞത് ഒരു സ്ത്രീ മാവിൽ ചേർത്ത പുളിമാവ് പോലെയാണ് അല്ലേ? ഈശോ ദൈവരാജ്യത്തെക്കുറിച്ചാണ് വ്യക്തമാക്കുക. ദൈവരാജ്യം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ നസ്രത്തിലെ പ്രഘോഷണത്തിൽ ഈശോ പറയുന്നുണ്ട്, അന്ധർക്ക് കാഴ്ച, ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, അങ്ങനെ കർത്താവിന് സ്വീകാര്യമായ വത്സരം. അപ്പോൾ അന്ധർക്ക് കാഴ്ച കൊടുക്കുമ്പോൾ, ബധിരർക്ക് കേൾവി കൊടുക്കുമ്പോൾ, ബന്ധിതർക്ക് മോചനം കൊടുക്കുമ്പോൾ, മരിച്ചവരെ ഉയർപ്പിക്കുമ്പോഴെല്ലാം ഈശോ ആത്യന്തികമായി പ്രഘോഷിച്ചത് എന്താണ്? ദൈവരാജ്യം ഇതാ സമാഗതമായി. ഈശോ പരസ്യജീവിതം ആരംഭിക്കുന്ന വാക്യം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ, എന്തെന്നാൽ ദൈവരാജ്യം സമാഗതമായി. ദൈവരാജ്യം വന്നു കഴിഞ്ഞു എന്നാണ് ഈശോ പറയുക. യഥാർത്ഥത്തിൽ വന്നത് ആരാ? ഈശോയാണ്. അപ്പോൾ സുവിശേഷകന്മാരൊരു വലിയ രഹസ്യമാണ് ആരംഭത്തിലെ പറയുക. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല, ഒരു ഭൂപ്രദേശമല്ല, അതൊരു അധികാരമോ ഭരണക്രമമോ അല്ല. ദൈവരാജ്യം ഒരു വ്യക്തിയാണ്. ഏതാ വ്യക്തി? ഈശോ മിശിഹായ. ഈശോയിൽ ആയിരിക്കുന്നവൻ ദൈവരാജ്യത്തിലാണ്. ഈശോയിൽ വിശ്വസിക്കുന്നവൻ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ്. ഈശോയുടെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവൻ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈശോ എന്ന വ്യക്തിയും ദൈവരാജ്യം എന്ന രഹസ്യവും തമ്മിലുള്ള പാരസ്പര്യത്തിലാണ് ഈശോ മിശിഹായുടെ പരസ്യജീവിതത്തെ മതബോധന ഗ്രന്ഥം അവതരിപ്പിക്കുന്നത്. സുവിശേഷങ്ങളുടെ ധ്വനിയും അതുതന്നെയാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ചർച്ചകൾ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. നിങ്ങളുടെ ചർച്ചകളുടെ വെളിച്ചത്തിൽ ചോദ്യങ്ങളെ നിങ്ങൾക്ക് ക്രോഡീകരിക്കാം. അതിനുശേഷം നമ്മൾ ഈ ചോദ്യങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നു. എല്ലാവരും നല്ല തിരക്കിട്ട ചർച്ചയിലാണെന്ന് തോന്നുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഓർക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ അതിനെപ്പറ്റിയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ സൺഡേ സ്കൂളിലെ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈശോയുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യങ്ങളായിരിക്കും ഇന്ന്. അങ്ങനെയല്ലേ? അതെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒരുങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അച്ഛൻ റെഡി ആയിട്ടുണ്ട്. ആരാണ് ഇന്ന് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? നമ്മുടെ കൊന്നക്കാട് സൺഡേ സ്കൂളിലെ നമ്മുടെ പ്രിയപ്പെട്ട ഷോണി സാറാണ് ചോദിക്കുന്നത്. ഷോണി സാർ ചോദിക്കും. അച്ഛാ, എനിക്കുള്ളൊരു സംശയം, ഇത് ക്ലാസ്സുകളിലെ കുട്ടികളും ചോദിക്കുന്നതാണ്. ബെത്ലഹേമിലെ പുൽത്തൊട്ടിൽ പിറന്ന ഉണ്ണീശോയിൽ അടങ്ങിയിരിക്കുന്ന നിഗൂഢത എന്ത് എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. നിഗൂഢത ഉണ്ണീശോയിലുണ്ടായിരുന്ന കാറ്റഗിസത്തിൽ പറയുന്നുണ്ട്. ഉണ്ണീശോയിൽ ഒരു നിഗൂഢതയുണ്ടായിരുന്നു. ആ നിഗൂഢത എന്താണെന്ന് ഒന്ന് വെളിപ്പെടുത്തി തന്നാൽ ഉപകാരമായിരിക്കും. എന്താണ് മെൽബിൻ സാർ കൈവയ്ക്കൽ ചോദ്യമുണ്ട്? ചോദിക്കുക സാർ. എന്താണ്? നമ്മൾ ഈശോ ന്യായത്തിലും പ്രായത്തിലും ദൈവത്തിനും പ്രീതിയും അതേപോലെ തന്നെ ജോസഫിനോടും മറിയത്തോടും ഒത്തിണങ്ങി ജീവിച്ചു എന്ന് പറയുന്നു. അതിനെപ്പറ്റി ഒരു ലൈനിലാണ് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ തെളിവുകൾ എങ്ങനെ നമുക്ക് ലഭ്യമാക്കാം? അതാണ് ചോദ്യം. രണ്ട് ചോദ്യങ്ങൾ സമാന സ്വഭാവമുള്ളതാണ്. അതായത്
ഒന്നാമത്തെ ചോദ്യത്തിന് ചോദിച്ചിരുന്നത് പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയിലെ നിഗൂഢമായ ബലഹീനത ഏതാണ്? ഏതായിരിക്കും നിഗൂഢമായ ബലഹീനത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ബലഹീനത എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പാപകരമായ താല്പര്യങ്ങൾ, ആസക്തികൾ എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക, അല്ലേ? പുൽക്കൂട്ടി പിറന്ന ഉണ്ണീശോയ്ക്ക് അങ്ങനെ ഏതൊക്കെയാലും ഇല്ലല്ലോ. വാസ്തവത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത് പുൽക്കൂട്ടിൽ ഒരു ഉണ്ണിയായി, ഒരു കുഞ്ഞായി ഈശോ പിറന്നു എന്ന് പറയുമ്പോൾ ആ ഈശോയ്ക്ക് സ്വന്തമായി എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? ഇല്ല. സ്വന്തമായി ഈ തണുപ്പ് മാറ്റാൻ പറ്റുമോ? ഇല്ല. വിശപ്പ് മാറ്റണമെങ്കിൽ അമ്മ മറിയം അവനെ എടുത്ത് സ്നേഹിച്ച് അവന് അമ്മിഞ്ഞപ്പാല് നൽകണം, അല്ലേ? ഒരു മനുഷ്യ ശിശുവിൻ്റെ എല്ലാ അരിഷ്ടതകളോടും ദൈന്യതകളോടും കൂടി സൃഷ്ടാവായ ദൈവം പിറന്നു കിടക്കുന്നു. ആ സൃഷ്ടിയായപ്പോൾ സൃഷ്ടാവ് നിഗൂഢമായി തൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ച ബലഹീനത എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? അവൻ്റെ സർവശക്തനായ എല്ലാറ്റിൻ്റെയും അധികാരിയായവൻ ഇതാ സ്വന്തമായൊന്ന് എഴുന്നേൽക്കാൻ പോലും നിവൃത്തിയില്ലാതെ വെറുതെ കരയാൻ മാത്രം അറിയാവുന്ന ഒരു കുഞ്ഞായി, അല്ലേ? കുഞ്ഞുങ്ങളുടെ ദൈന്യത നിങ്ങളുടെ അമ്മമാർക്കറിയാം. ആ ദൈന്യതയോടെ ഈശോ കിടക്കുന്നു എന്ന് പറയുന്നതാണ് പുൽക്കൂട്ടിൽ പിറന്നവൻ്റെ നിഗൂഢമായ ബലഹീനത. അടുത്തതായി ചോദിക്കപ്പെട്ട ചോദ്യം ഈശോയുടെ രഹസ്യ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലേ? ഈശോ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ജീവിതകാലത്തെ ഈശോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. ടീച്ചറിനും ചോദിക്കുകയാണ്, ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ചോദിച്ചോളൂ. വിശുദ്ധ ബൈബിളിൽ ഈശോയുടെ ബാല്യകാലത്തിന് ശേഷം പരസ്യജീവിതത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനിടയിലുള്ള ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ബൈബിളിൽ പരാമർശിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ്? അച്ഛൻ വിശദീകരിച്ച് തരാമോ? അതെ, ഈശോയുടെ പരസ്യ ജീവിതത്തിന് മുമ്പുള്ള ഒരു 30 കൊല്ലമുണ്ട്. ആ 30 കൊല്ലത്തിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ച് മാമോദീസയ്ക്ക് അല്ലെങ്കിൽ ഛേദനാചാരം, ഈശോയുടെ പരസ്യ ജീവിതത്തിന് മുമ്പുള്ള 30 വർഷത്തെക്കുറിച്ച് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. 8-ാം ദിവസം അവനെ പരിച്ഛേദനം നടത്തിയതായി പറയുന്നു. തിരുക്കുടുംബം ഈജിപ്തിലേക്ക് ഓടിപ്പോയി തിരിച്ചു വന്ന കഥ പറയുന്നുണ്ട്. പിന്നെ ഒരു നീണ്ട ഇടവേളയാണ്. 12-ാം വയസ്സിൽ ഈശോ ദേവാലയത്തിൽ പോയി എന്നും പറയുന്നു. ദേവാലയത്തിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞ മുഴുവൻ കാലഘട്ടത്തെ 12 മുതൽ 30 വയസ്സ് വരെയുള്ള 18 കൊല്ലക്കാലം ഒറ്റ വാചകത്തെ സംഗ്രഹിച്ചു. അതാണ് സാറിൻ്റെയും സംശയം, അല്ലേ? ഒറ്റ വാചകമുള്ളൂ, അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന് പറയും. അപ്പോൾ അടിസ്ഥാനപരമായൊരു വിഷയം, ഈ രഹസ്യ ജീവിതത്തിൽ ഈശോ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈശോയുടെ അനുസരണ ജീവിതത്തിൻ്റെ തെളിവെന്താ? വാസ്തവത്തിൽ ഈ രഹസ്യ ജീവിതം എന്ന് പറയുന്നത് ഏറെയൊന്നും അവിടെ സംസാരിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആധ്യാത്മികതയുടെ വലിയ പാഠങ്ങൾ സുവിശേഷകന്മാർ ഇവിടെ വ്യക്തമാക്കുകയും. ഒന്നാമത്തെ പാഠം എന്ത് എന്ന് ചോദിച്ചാൽ, ആത്മീയ ജീവിതത്തിൽ എല്ലാ ഒച്ചപ്പാടും ബഹളവുമല്ല, നിശബ്ദമായി ഒരുവൻ്റെ ദൗത്യങ്ങൾ നിർവഹിച്ച് ഒരു വ്യക്തി ജീവിക്കുന്നത് ശരിയായ ആധ്യാത്മികത തന്നെയാണ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിലെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒന്നും ഒരുപാട് വലിയ പ്രസംഗങ്ങളൊന്നും നടത്തുന്നില്ല. നിങ്ങളാരും വലിയ പ്രസംഗമൊന്നും നടത്തുന്നില്ല, അല്ലേ? സൺഡേ സ്കൂളിൽ ചെല്ലുമ്പം ചെറിയ ചെറിയ പ്രസംഗങ്ങൾ നടത്തുന്നല്ലാതെ നിങ്ങൾ വലിയ പ്രസംഗമൊന്നും നടത്തുന്നില്ല. ആ നിശബ്ദമായ കുടുംബജീവിതമുണ്ട്, അതിന് ഒരാധ്യാത്മികതയുണ്ട് എന്നാണ് ഈശോയുടെ ഈ ജീവിതം നമ്മെ പഠിപ്പിക്കുക. നിശബ്ദതയുടെ ഒരു ജീവിതത്തിന് ഒരാധ്യാത്മികതയുണ്ട്. 2, മാതാപിതാക്കളെ അനുസരിച്ചും വിധേയപ്പെട്ടും ജീവിക്കുക. ഓർക്കുക, മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപവും ആരംഭിച്ചത് എവിടെയാണ്? അനുസരണക്കേടിൽ നിന്ന്, അല്ലേ? അനുസരണക്കേടിന് പരിഹാരം ചെയ്യാൻ വേണ്ടി വന്ന ദൈവപുത്രന് അനുസരണത്തിൻ്റെ നീണ്ട 30 കൊല്ലം ദൃഷ്ടാന്തം നൽകേണ്ടതുണ്ടായിരുന്നു. ഇത് രഹസ്യ ജീവിതം എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവപുത്രൻ യഥാർത്ഥത്തിൽ ചെയ്തത് എന്താണ്?
മനുഷ്യകുലത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ആരെയെങ്കിലും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്, ഇല്ലേ? നിങ്ങളുടെ പിള്ളേർക്ക് നിങ്ങളെ അനുസരിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്, ഇല്ലേ? നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത് പണ്ടും ഇപ്പോഴും നിങ്ങൾക്കും ശ്രമകരമാണ്. അതെന്തുകൊണ്ട്? വികാരിച്ചിനെ അനുസരിക്കുക എന്നുള്ളത് നിങ്ങൾക്കും ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. മനുഷ്യകുലത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം ഏതാണ്? അനുസരണക്കേടാണ്, അല്ലേ? ആ അനുസരണക്കേടിനാണ് ഈശോ ഈ രഹസ്യ ജീവിതത്തിൽ പരിഹാരം ചെയ്യുന്നത്. ഈ രഹസ്യ ജീവിതത്തിൻ്റെ മൂന്നാമതൊരർത്ഥം കൂടിയുണ്ട്. ഓരോ വ്യക്തിയെയും ദൈവം ഭരമേൽപ്പിക്കുന്ന തൊഴിൽ, അത് ഉത്തരവാദിത്വത്തോടെ കൃത്യതയോടെ ആ വ്യക്തി നിറവേറ്റുമ്പോൾ അതൊരു വലിയ ആധ്യാത്മികതയാണ്. അപ്പോൾ നോക്കുക, നിശബ്ദത, അനുസരണം, തൊഴിലിനോടുള്ള ആദരവ്, ഇതാണ് ഈശോയുടെ 30 വർഷത്തെ ജീവിതത്തിൻ്റെ സംഗ്രഹമായിട്ട് സുവിശേഷകന്മാർ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈശോ അവിടെ പോയോ ഇവിടെ പോയോ, ചിലർ പറയും ഈശോ കാശ്മീരി വന്നായിരുന്നു, അടുത്ത കാലത്ത് ദുബായി ചെന്നപ്പോൾ അവർ പറഞ്ഞു ഈശോ ഗൾഫ് രാജ്യങ്ങളിലൂടെ ചില പ്രദേശത്തൊക്കെ വന്നായിരുന്നു എന്ന് പറയുന്ന വിശ്വാസം അവിടെ ഉണ്ട് എന്ന്. അപ്രകാരം ഈശോ എവിടെയൊക്കെ പോയി വന്നു ആർക്കും അറിഞ്ഞുകൂടാ. അതല്ല വിഷയം. ഈശോ ഒരിടത്തും പോയില്ല. ഈശോ ഇവിടെ വന്ന് യോഗ പഠിച്ചു, ഈശോ പത്മാസനത്തിലിരിക്കാൻ പഠിച്ചത് ഇന്ത്യയിൽ വന്നിട്ടാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന പലരുമുണ്ട്. അതൊന്നും അല്ല അടിസ്ഥാനപരമായ വിഷയം. ഈശോ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ നസ്രത്തിൽ അവൻ്റെ മാതാവായ മറിയത്തിൻ്റെയും രക്ഷകർത്താവായ യൗസേപ്പിതാവിനും ഒപ്പം ആ കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് വിധേയരായി അനുസരണയിൽ പ്രായത്തിലും ജ്ഞാനത്തിലും ജീവിച്ചു വളർന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കഥകൾ മെനയേണ്ടതില്ല എന്ന് മനസ്സിലാക്കി. തീർച്ചയായും. ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? പുഞ്ച സൺഡേ സ്കൂളിലെ ടീച്ചറാണ്. ടീച്ചർ ചോദിക്കൂ. അച്ഛാ, പരിശുദ്ധാത്മാവ് എന്തിനാണ് ഈശോയെ പരീക്ഷിക്കാനായിട്ട് പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്തത്? ഒന്ന് വിശദീകരിക്കാം. പരിശുദ്ധാത്മാവ് എന്തിനാണ് ഈശോയെ കൊണ്ടുപോകുന്നത്, അല്ലേ? അച്ഛാ, എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ഈശോയുടെ പ്രലോഭനം, അതായത് മരുഭൂമിയിലെ പരീക്ഷ, അത് മാത്രമേ ഈശോ ജീവിതത്തിൽ നേരിട്ട ഏക പ്രലോഭനമുള്ളൂ? അതെയോ വേറെ സന്ദർഭങ്ങളിൽ ഈശോ പ്രലോഭനം നേരിട്ടോ? അങ്ങനെ ബൈബിളിൽ നമ്മൾ കാണുന്നില്ലല്ലോ. രണ്ട് ചോദ്യങ്ങൾ ഒരുമിച്ച് ഇവർ ചോദിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒറിജിനൽ നല്ല ആത്മാവാണോ അതോ ചീത്ത ആത്മാവാണോ ഈശോയെ കൊണ്ടുപോയത്? എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഈശോയ്ക്ക് വേറെ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജെഫി സാറ് ഒരു സ്റ്റുഡൻ്റാണോ സ്റ്റുഡൻ്റാണോ എന്ന് അറിഞ്ഞുകൂടാ. തീർച്ചയായും സാറും ചോദിക്കുകയാണ്. ഇത് തമ്മിലൊന്ന് ഒരുമിച്ച് പറയാമോ എന്ന്. അതായത് അനന്തരം ആത്മാവിനാൽ അവൻ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. പിശാചിനാൽ പരീക്ഷിക്കപ്പെടാനായി അനന്തരം ആത്മാവിനാൽ അവൻ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. ഇങ്ങനെയാണ് വചനം പറയുക. മാമോദീസായിൽ പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ എഴുന്നള്ളി വന്നെങ്കിൽ അതേ അരൂപി ഇതാ ഈശോയെ മരുഭൂമിയിലേക്ക് നയിക്കും. മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടി പിശാചിന് ഇരയായി വിട്ടുകൊടുത്തോ? ഇതാണ് ടീച്ചറിൻ്റെ ചോദ്യം. നമുക്കും പ്രത്യക്ഷത്തിൽ ദുർഗ്രഹമെന്ന് തോന്നാം. പക്ഷേ പ്രലോഭനങ്ങൾ നല്ലതാണ്. എന്തിനാണ്? മനുഷ്യൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്താൻ, ബലപ്പെടുത്താൻ. ഒരു പ്രലോഭനവുമില്ലാത്തവന് നന്മയെക്കുറിച്ച് പറയാൻ അവകാശമില്ല, ഇല്ലേ? വിശപ്പില്ലാത്തവൻ ഉപവസിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഒരുതിന് വയറ് കമ്പിച്ചിരിക്കുകയാണ്, ഒന്നും തിന്നാൻ മേല, ഞാനിന്ന് ഉപവാസമാണ്, വേറെ ഒന്നും തിന്നത്തില്ല, പിന്നെ ഉപവസിച്ചു, ഇല്ലേ? അതല്ല എങ്കിൽ ലൈംഗികമായ യാതൊരു വികാരവും ഇല്ല, വിചാരവും ഇല്ല, അങ്ങനത്തെ അവയവവും ഇല്ല, അവനെ പറയുകയാണ് ഞാൻ ബ്രഹ്മചര്യം പാലിക്കാൻ പോവുകയാണ്. ഉണ്ടോ? അവൻ പാലിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. പ്രലോഭനങ്ങളുടെ മധ്യത്തിലെ പുണ്യത്തിന് മൂല്യമുള്ളൂ, അല്ലേ? എങ്കിലേ മൂല്യമുള്ളൂ. അതായത് പ്രലോഭനങ്ങൾ, ഈശോ അനുഭവിക്കുന്ന 3 പ്രലോഭനങ്ങളെ നോക്കുക. കല്ലുകൾ അപ്പമാക്കി ഭക്ഷിക്കുക, ശരീരത്തിൻ്റെ സുഖം തേടാനുള്ള പ്രലോഭനം, ഈ ദേവാലയത്തിൻ്റെ മണ്ടേന്ന് താഴേക്ക് ചാടുക, സ്വന്തം അധികാരം കാണിക്കാനുള്ള, ഞാൻ വലിയ പുള്ളിയാണ് എന്ന് സമർത്ഥിക്കാനുള്ള പ്രലോഭനം. മൂന്നാമത്തെ എന്താ? ഈ ഭൂമിയിലുള്ള സർവ്വതും പിശാചിനെ കൂട്ടുപിടിച്ച് സ്വന്തമാക്കാൻ, സമ്പാദിക്കാനുള്ള വ്യഗ്രത. ഒരർത്ഥത്തിൽ സുഖം, അതിനുവേണ്ടിയുള്ള പ്രലോഭനം. മറ്റൊരർത്ഥത്തിൽ അധികാരത്തിന് വേണ്ടിയുള്ള പ്രലോഭനം. മൂന്നാമതായി അത്
സർവ്വതും സമ്പാദിക്കാനുള്ള പ്രലോഭനം. മനുഷ്യൻ്റെ അടിസ്ഥാനങ്ങളായ ഈ 3 ആസക്തികളെ ഈശോ ജയിച്ച് കാണിക്കേണ്ടതുണ്ട്. മനുഷ്യത്വത്തിൻ്റെ ഈ ബലഹീനതകളെ ദൈവപുത്രൻ ജയിക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന അവസരമായിട്ട് വേണം ആ പ്രലോഭനത്തെ മനസ്സിലാക്കാൻ. ജെഫിസാർ ചോദിച്ചതുപോലെ പ്രലോഭനം വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, പ്രലോഭകനെ കുറിച്ച് വചനം പറയുന്നത് എന്താ? ആ തൽക്കാലത്തേക്ക് പിശാച് അവനെ വിട്ടുപോയെന്നേ പറയുന്നു. തൽക്കാലത്തേക്ക്. അതിൻ്റെ അർത്ഥം പിന്നെ അവൻ വരുന്നുണ്ട്. പ്രലോഭനങ്ങൾ ഈശോയ്ക്ക് വീണ്ടും ഉണ്ടായിട്ടുണ്ടാകും. ഗത്സമനിയിൽ വെച്ചുള്ള ഈശോയുടെ മരണവേദന അനുഭവിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഈശോയെ പിശാച് വീണ്ടും പ്രലോഭിപ്പിക്കാൻ തുടങ്ങി. കഴിയുമെങ്കിൽ ഈ പാനപാത്രം പ്രിയദാത മാറ്റിത്തരണമേ എന്നുള്ള പ്രാർത്ഥനയൊക്കെ മറ്റൊരു പ്രലോഭനത്തിൻ്റെ സൂചന നൽകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഈ വേറെ പ്രലോഭനം എന്ന് പറയുമ്പോൾ കസാൻദസാക്കീസിൻ്റെ ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം പോലെ കുരിശേ കടന്നപ്പോൾ മഗ്ദലന മറിയത്തോടുള്ള താല്പര്യം ഈശോയ്ക്ക് പ്രലോഭനമായി തോന്നിയോ എന്ന് ചോദിച്ചാൽ, അത്തരം ഈ ഭാവനയിൽ നിന്ന് രൂപപ്പെട്ട വഴിതെറ്റിയ ചിന്തകൾക്ക് ഇവിടെ പ്രസക്തിയില്ല. ബൈബിൾ അപ്രകാരം പാപകരമായ പ്രലോഭനങ്ങളെ അല്ലെങ്കിൽ പാപത്തിന് വിധേയമാകുന്ന പ്രലോഭനങ്ങളെ ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ചതായി ഒരു സൂചനയും ബൈബിൾ തരുന്നില്ല. അവിടുത്തെ ജീവിതത്തിൽ അത് സംഭവിക്കുകയുമില്ല. കാരണം എന്താ? ദൈവമായ അവിടുത്തേക്ക് ഒരു നിമിഷം പോലും സാത്താന് കീഴടങ്ങാൻ സാധിക്കില്ല എന്നതാണ് സത്യം. ഇനി ആരാണ് ചോദിക്കുന്നത്? ചോദിക്കാനുണ്ട്. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് രൂപാന്തരീകരണം നടത്തിയതിൻ്റെ പ്രസക്തി എന്തായിരുന്നു? രൂപാന്തരീകരണത്തിന്റെ പ്രസക്തി. ടോണി സാറിന് എന്തോ ചോദിക്കാനുണ്ട്? സാർ ചോദിക്കൂ. അച്ഛാ, എനിക്ക് അതിനോട് കൂടെ അനുവദിച്ച് എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് ഈശോയുടെ രൂപാന്തരീകരണം എന്ന് പറയുന്നത് അപ്പസ്തോലന്മാരെ വിശ്വാസത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതിന് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും പടയാളികൾ വന്നു കഴിയുമ്പോൾ അപ്പസ്തോലന്മാർ പരാജയപ്പെട്ട് ഓടിപ്പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈശോയുടെ രൂപാന്തരീകരണം ഒരു പരാജയമായിരുന്നു? ഈശോയുടെ രൂപാന്തരീകരണം പരാജയമായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല. ആ രൂപാന്തരീകരണത്തിൻ്റെ ഫലം അല്ലെ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നതിൽ ശിഷ്യന്മാർ ചിലപ്പം പരാജയപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ രൂപാന്തരീകരണത്തിൻ്റെ അർത്ഥമെന്ന് ടീച്ചർ ചോദിച്ചതിൽ തന്നെ നമുക്ക് ആരംഭിക്കാം. രൂപാന്തരീകരണ മലമുകളിൽ ഈശോയോടൊത്തു വരുന്നത് ആരൊക്കെയാണ്? ഏലിയായും മോശയും. പഴയ നിയമം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, പഴയ നിയമത്തിൻ്റെ നേതാക്കന്മാരാണ് ഇവർ. മോശ നിയമഗ്രന്ഥങ്ങളുടെ നായകനാണ്. ഏലിയായാകട്ടെ പ്രവാചകഗണത്തിൻ്റെ പിതാവാണ്. ഇവർ രണ്ടുപേരും അതായത് പഴയ നിയമത്തിൻ്റെ മുഴുവനും പ്രതിനിധികളായിട്ടാണ് ഇവർ രണ്ടുപേരും വരിക. അവർ സംസാരിക്കുന്ന എന്തിനെക്കുറിച്ചാണ്? ഉടനെ തന്നെ സംഭവിക്കാനിരിക്കുന്ന അവൻ്റെ കടന്നുപോകലിനെ കുറിച്ച്, അവൻ്റെ പെസഹായെക്കുറിച്ചാണ് അവർ സംസാരിക്കുക. നിങ്ങൾക്കറിയാം, ഈ മോശ മരിച്ചില്ല എന്നാണ് യഹൂദ വിശ്വാസം. ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാം. മോശ മരിച്ചു എന്ന് നിയമാവർത്തന ഗ്രന്ഥം പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ ഖബറിടം ആരും കണ്ടിട്ടില്ല എന്നാണ്. പിൽക്കാല യഹൂദർ വിശ്വസിച്ചിരുന്നത് മോശയും മരിച്ചിട്ടില്ല, അവൻ്റെ കുഴിമാടം ആരും കണ്ടിട്ടില്ല. മോശ മരിച്ച ഉടനെ അവനെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തു എന്നാണ്. പിശാച് മോശയുടെ ശരീരത്തിന് വേണ്ടി വഴക്കുണ്ടാക്കി എന്നൊക്കെ യൂദായുടെ ലേഖനത്തിൽ സൂചനകളുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, മോശയും ഏലിയായും മരിക്കാത്ത വ്യക്തികളാണ്. ഒരു പരിധിവരെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, മോശ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചപ്പോൾ അതിന് ശിക്ഷയായിട്ട് ദൈവം പറയുന്നത് എന്താ? കാനാൻ ദേശത്തേക്ക് നിന്നെ കയറ്റിയായിരുന്നു. നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നു, ഇത്രയും ക്രൂരത കാണിക്കാവോ? ഒരു പാറയിൽ വെള്ളം പുറപ്പെടുവിക്കാൻ പറയുന്നതിന് പകരം വടിവെച്ചൊന്ന് കുത്തി. അതിൻ്റെ പേരിൽ ഒരു പുരുഷായുസിൻ്റെ അധ്വാനം പാഴാക്കുന്ന ശിക്ഷ കൊടുക്കാവോ എന്ന് നമുക്ക് തോന്നും, ഇല്ലേ? വാസ്തവത്തിൽ പഴയ നിയമത്തിൽ മോശയെ ദൈവം കാത്തിരിക്കാൻ ആവശ്യപ്പെടുകയാണ്. യഥാർത്ഥ കാനാൻ ദേശം അത് ഈ ജോർദാൻ നദിയുടെ അക്കരെ കാണുന്ന ആ ഭൂമിയല്ല ദൈവം മോശയോട് പറഞ്ഞു കൊടുക്കുക. യഥാർത്ഥ കാനാൻ ദേശത്തേക്ക് യഥാർത്ഥ ജോഷുവ, അതാരാണ്? ജോഷുവ എന്ന് പറഞ്ഞാൽ ഈശോ എന്നുള്ളതിൻ്റെ വേറൊരു രൂപം, അല്ലേ? യഥാർത്ഥ ജോഷുവ വരും, അന്ന് അവൻ്റെ കൂടെ നീ കാനാൻ ദേശത്തേക്ക് കയറും. മോശയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്.
വാസ്തവത്തിൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിലെ ആ പുറപ്പാട് യാത്ര ഇതാ ഇവിടെ പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു. ഏലിയാ പ്രവാചകൻ അരുളി ചെയ്ത ദൈവത്തോടൊത്തുള്ള ജീവിതം ഇതാ ഇവിടെ സംഭവിക്കാൻ പോകും. നിയമവും പ്രവാചകന്മാരും നാളിതുവരെയും പഠിപ്പിച്ച സത്യങ്ങളെല്ലാം ഇതാ ഇവിടെ പൂർത്തീകരിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈശോയുടെ രൂപാന്തരീകരണം. ഈശോയുടെ രൂപം മാറുകയല്ല ചെയ്യുന്നത്. ഈശോ ആരാണ്, ഈശോ എന്താണ്, ഈശോയിലൂടെ വെളിപ്പെടാൻ പോകുന്ന രഹസ്യം എന്താണ്, അത് പഴയ നിയമവുമായി എപ്രകാരം അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ സത്യങ്ങളാണ് ആത്യന്തികമായി വിവരണത്തിലൂടെ വെളിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശിഷ്യന്മാർക്കത് മനസ്സിലാകാതെ പോയി എന്നുള്ളത് സത്യമാണ്, സാറ് സൂചിപ്പിച്ചതുപോലെ. പക്ഷേ ആ രൂപാന്തരീകരണം യഥാർത്ഥത്തിൽ വിജയിച്ചത് എവിടെയാണ്? കുരിശ്. അതുകൊണ്ട് രൂപാന്തരീകരണം ഒരിക്കലും പരാജയമായിരുന്നു. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ബിന്ദു ടീച്ചർ ചോദിക്കും. അച്ഛാ, ത്രിയേക ദൈവത്തിൽ ഒരാളാണല്ലോ ഈശോ. ഈശോ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതായിട്ട് ബൈബിളിൽ കാണുന്നുണ്ട്. ഈശോ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? അതിൻ്റെ ആവശ്യം ഉണ്ടോ? ഈശോ പ്രാർത്ഥിക്കുന്നു നമുക്ക് എപ്പോഴും തോന്നാറുള്ളൊരു സംശയം തന്നെയാണ് ബിന്ദു ടീച്ചറിൻ്റെ ചോദ്യം. അതായത് ഈശോ ദൈവമല്ലേ, ദൈവമായ ഈശോ ആരോടാ പ്രാർത്ഥിക്കുന്നത്? അല്ല, ഈശോയ്ക്ക് എന്നാ വേണ്ടേ? നമുക്കാണെങ്കിൽ ഒരു പട്ടുസാരി കിട്ടിയാൽ കൊള്ളാം ഈശോയെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുകയായിരുന്നു അല്ലേ? നിങ്ങളുടെ യൂണിഫോമൊക്കെ നല്ല ഒന്നാം തരം സാരിയാണ്. അതായത് ഇങ്ങനെ നമുക്ക് പലതും പ്രാർത്ഥിക്കാനുണ്ട്. ഈശോയെ എനിക്കൊരു 10 പവൻ്റെ നെക്ലസ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിൻ്റെ അസുഖം മാറ്റിത്തരണേ, ഇങ്ങനെ ഒത്തിരി കാര്യം നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്. ഈശോയ്ക്ക് ഇപ്പം എന്നാ ആവശ്യം? വല്ലതും ഉണ്ടോ? ഈശോയ്ക്കൊന്നും ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഈശോ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ഇതും ചോദ്യം. യഥാർത്ഥത്തിൽ ഈശോ, ദൈവമായ ഈശോ ആരോട് എന്ത് പ്രാർത്ഥിക്കാൻ അല്ലേ? പക്ഷേ പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണയിൽ നിന്നാണ് ആ ഒരു സംശയം വരിക. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചോദിച്ച് മേടിക്കുന്നതല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവപിതാവുമായുള്ള സ്നേഹ സംഭാഷണമാണ്. പിതാവുമായുള്ള ഗാഠ ഐക്യത്തിലായിരിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈശോ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന എന്താ? ഈശോ തൻ്റെ പരമപിതാവുമായി ഗാഠമായ ഐക്യത്തിൽ, പിതാവുമായുള്ള സ്നേഹത്തിൽ ലയിച്ചിരുന്നു എന്നാണ് ഈശോയുടെ പ്രാർത്ഥനയെ നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയോ അല്ല എങ്കിൽ പിതാവിനെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിച്ച് എന്തെങ്കിലും കഷ്ടപ്പാടും പരിത്യാഗം ചെയ്തും നേടിയെടുക്കാനുള്ള വ്യഗ്രതയോ അല്ല ഈശോയുടെ പ്രാർത്ഥന. ഈശോയുടെ പ്രാർത്ഥനയുടെ പൂർണ്ണതയായ ദൈവപിതാവുമായുള്ള ഗാഠ ഐക്യത്തിൻ്റെ പ്രതിഫലനമായിരുന്നു, ആ ഗാഠ ഐക്യത്തിൻ്റെ പ്രതിഫലനമായിരുന്നു എന്ന് നാം മനസ്സിലാക്കും. താങ്ക് യു അച്ഛാ. നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ കഴിഞ്ഞിരിക്കുകയാണ്. മനോഹരമായ ചർച്ചകളിൽ നിങ്ങൾ പങ്കെടുത്തു അല്ലേ? നിങ്ങൾക്ക് പുതിയ കുറേ അറിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ഈശോയുടെ ജീവിത രഹസ്യങ്ങളെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഷീകാറ്റിൻ്റെ ഈ ക്ലാസ് മനോഹരമായി നമുക്ക് വേണ്ടി നയിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോസഫ് അച്ഛന് ഷാലോം പ്രേക്ഷകരുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുന്നു. ഈ എപ്പിസോഡിൽ പങ്കെടുത്ത് ഈ ചർച്ചകൾ മുന്നോട്ട് നയിച്ച പുഞ്ചയിലെയും കൊന്നക്കാടെയും മതാധ്യാപകരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഷീകാറ്റിൻ്റെ പേരിലുള്ള നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ കൈകാര്യം ചെയ്ത വിഷയത്തെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങളുടെ സംശയങ്ങളും തീർച്ചയായും ഞങ്ങൾ എഴുതി അറിയിക്കുമല്ലോ. വിലാസം: To the producer, CCAT Shalom Television, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി നാം കണ്ടുമുട്ടും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി.